പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം സ്വലാത്തിൻ്റെ ദിവസമാണ്. ജീവിതത്തിൽ വലിയ റാഹത്ത് ലഭിക്കാൻ ഈ ഒരു സ്വലാത്ത് പതിവാക്കിയാൽ മതിയെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തത് ഇമാം ഷഅറാനി റളിയല്ലാഹുവിന് പരിചയപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് കാണിച്ചു തരാം. അബുവാബുർ റഹ്മത്തുകൾ, നമ്മുടെ ജീവിതത്തിലേക്ക് റഹ്മത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്ന് മഹാനവറുകൾ വിശദീകരിച്ച ഒരു അത്ഭുത സ്വലാത്ത്. ഒരൊറ്റ വരി എന്നല്ല, ഒരു അരവരി മാത്രമുള്ള ഈ ഒരു കുഞ്ഞൻ സ്വലാത്ത് നിശ്ചിത എണ്ണം ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ സ്വർഗ്ഗലോകത്ത് അവർക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുമെന്നും അതോടൊപ്പം സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന മുഴുവൻ നേട്ടങ്ങളും ഈ ഒരു ചെറിയ സ്വലാത്ത് കൊണ്ട് ഈ ഭൂമിയിൽ തന്നെ അവർക്ക് അനുഭവിക്കാൻ കഴിയുമെന്നും മഹാനവറുകൾ വിശദീകരിക്കുകയാണ്. ഈ ഒരു പവിത്രമായ ദിവസത്തിൽ, പരിശുദ്ധ ശഅബാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു ദിവസം പവിത്രമായി സ്വലാത്ത് കൊണ്ട് നമുക്ക് ഒരുപാട് നന്മകൾ അധികരിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മെച്ചം വെച്ചടി കയറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകൾ, പാകപ്പിഴവുകൾ അല്ലാഹു മാപ്പ് ചെയ്തിരുമാറാകട്ടെ. പവിത്രമായ വെള്ളിയാഴ്ച ദിവസം, സയ്യിദു അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ സയ്യിദായ ദിവസം, നേതാവായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫീഹി ഖുലിഖ ആദം വഫീഹി ഖുബില. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസമാണ് ആദം നബി അലൈഹി സ്വലാമിനെ പടച്ചത് എന്നും ആ ദിവസമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റൂഹ് പിടിച്ചത് എന്നും ആദ്യമായി ഭൂമിയിലേക്ക് മഴ വർഷിച്ചത് എന്നും തുടങ്ങിയിട്ട് ഒട്ടനവധി പ്രത്യേകതകളോട് കൂടിയിട്ടാണ് ആ ദിവസത്തെ അല്ലാഹു ആദരിച്ചത് എന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എന്നിട്ട് നബി തങ്ങൾ ചേർത്ത് പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ ആ ദിവസം എന്താണ് ഏറ്റവും കൂടുതലായി അധികരിപ്പിക്കേണ്ടത് എന്ന് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത് ഫഅക്സിറു അലയ്യസ്സലാ, എൻ്റെ മേൽ നിങ്ങൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലണം. എൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കണം. എന്തിനാണ്? ഇന്ന സ്വലാത്തൊന്നുമില്ല, ഏതാണോ അധികരിപ്പിക്കാൻ പറ്റിയ സ്വലാത്ത് അത് ചൊല്ലണം. ചില ആളുകൾ നാരിയത്ത് സ്വലാത്ത് ചൊല്ലാറുണ്ട്, അതുപോലെ തന്നെ താജു സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്, സ്വലാത്തുൽ മുഞ്ചിയത്ത് ചൊല്ലുന്നവരുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സ്വലാത്തുൽ സആദ ചെല്ലുന്നവരുണ്ട്, സ്വലാത്തുൽ ഫാത്തിമിയ ചെല്ലുന്നവരുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് സ്വലാത്തുകൾ പതിവാക്കുന്ന ആളുകൾ. ഇൻഷാ അല്ലാഹ് ഇന്നൊരു കുഞ്ഞൻ സ്വലാത്ത്, കുഞ്ഞെന്ന് പറഞ്ഞാൽ അരവരി മാത്രമുള്ളൊരു സ്വലാത്ത്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഈ ഒരു സ്വലാത്തിൻ്റെ നേട്ടം ഇമാം ഷഅറാനി തങ്ങൾ അടക്കമുള്ള മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ ഖാല ഹാദിഹി സ്വലാത്ത ഫഖദ് ഫതഹ അലാ നഫ്സിഹി 70 ബാബം മിനർ റഹ്മ. റഹ്മത്തിൻ്റെ 70 വാതിലുകൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്ന ആൾക്ക് അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് മുത്തുനബി തങ്ങൾ പറയാറുണ്ടായിരുന്നു എന്ന്. റഹ്മത്തിൻ്റെ 70 കവാടങ്ങൾ അല്ലാഹു തുറക്കും. 70 കവാടങ്ങൾ. ആ മനുഷ്യന് എന്ത് ചെയ്താൽ മതി? ഈ അരവരിയുള്ള സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക്. എന്നിട്ടോ വൽഖല്ലാഹു മഹബ്ബതഹു ഫീ ഖുലൂബിന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തിയോടുള്ള മഹബ്ബത്ത് അല്ലാഹു ഇട്ടുകൊടുക്കും. അതായത് ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, എന്ത് ചെയ്യും, കാണാൻ വലിയ ജയിലും കോലും ഒന്നും ഉണ്ടാവില്ല, പക്ഷേ അയാളുടെ വാക്കിന് വലിയ വിലയായിരിക്കും. ആളുകൾക്ക് അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓക്കെ, അയാൾ പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന ആളാണല്ലേ, അയാളുടെ വാക്കിന് വിലയുള്ള ആളായി കാണുന്ന ചില ആളുകൾ. എന്തേ കാരണം? അള്ളാഹു ജനങ്ങളുടെ കൽബിലൊരു മഹബ്ബത്ത് ഇട്ട് കൊടുത്തതാണ്. ഇത്തരത്തിൽ ഇനിയോ ഫലാ യബ്ഗുദുഹു ഇല്ലാ മൻ ഫീ ഖൽബിഹി നിഫാഖുൻ, ആ വ്യക്തിയോട് ഹൃദയത്തിൽ കാപഢ്യമുള്ളവർക്കല്ലാതെ ദേഷ്യപ്പെടാൻ തോന്നൂല എന്ന്. ആ വ്യക്തിയോട് ഹൃദയത്തിൽ കാപഢ്യം വെച്ച് നടക്കുന്ന മുനാഫിക്കീങ്ങൾ ചിലപ്പോൾ ദേഷ്യപ്പെടും, എന്നാൽ നല്ല ഒരാളും ആ വ്യക്തിയോട് ദേഷ്യപ്പെടൂല. എന്ത് ചെയ്താൽ മതി? ഈ ഒരു അരവരെയുള്ള സ്വലാത്ത് ചൊല്ലിയാൽ മതി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഇമാം ഷഅറാനി തങ്ങൾ അവിടുത്തെ ഹദീസ് ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അതോടൊപ്പം പറയുന്നുണ്ട്, അഖറബു മാ യകൂനു അഹദുക്കും മിന്നി ഇദാ ദക്കറനി വസല്ല അലൈ, എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് എൻ്റെ മേൽ ഈ സ്വലാത്ത് പതിവാക്കുന്നവരാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഹദീസുകളാണ് മഹാനവറുകൾ ഈ ഒരു സ്വലാത്തിൻ്റെ മഹത്വം വിശദീകരിക്കുന്നത്. മൻ ഖാല സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ ഫഖദ് ഫതഹ അലാ നഫ്സിഹി 70 ബാബം മിനർ റഹ്മ. ഈ ഒരു സ്വലാത്ത് കൊണ്ട് ആരെങ്കിലും മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ റഹ്മത്തിൻ്റെ 70 കവാടങ്ങൾ ആ വ്യക്തിയുടെ മേൽ തുറക്കപ്പെടുന്നതാണ് എന്ന്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി സ്വലാത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, എത്രയേ ഉള്ളൂ സ്വലാത്ത്.
സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. അരവരി പോലും ഇല്ലാത്തൊരു സ്വലാത്ത്. എന്നാൽ ഈ സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്കോ കിട്ടുന്ന നേട്ടം 70 കവാടങ്ങൾ റഹ്മത്തിൻ്റെ ആ വ്യക്തിക്ക് തുറന്നു കൊടുക്കും. റഹ്മത്തിൻ്റെ 70 കവാടങ്ങൾ നമുക്ക് എണ്ണാൻ കഴിയുമോ? നമുക്കറിയില്ല. മറിച്ച് റബ്ബിനറിയാം. നമുക്ക് നൽകപ്പെട്ട റഹ്മത്തുകൾ ഏതൊക്കെയാണ് എന്ന് അള്ളാഹുവിനറിയാം. നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയൂല ഇന്നത് റഹ്മത്താണോ അല്ലയോ എന്നുള്ളത്. നമുക്ക് 70 കവാടങ്ങൾ തുറക്കുക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ അള്ളാഹു വലിയ ഫത്ഹ് നമ്മളുടെ ജീവിതത്തിൽ നൽകുമെന്ന്. ചിലപ്പോൾ നമ്മുടെ മക്കൾ, നമ്മളുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, കുടുംബം, നമ്മുടെ വാഹനങ്ങൾ, അതുപോലെ ജോലികൾ, ബിസിനസ്സുകൾ, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. നമ്മുടെ വീട്, ഇതൊക്കെ നമ്മുടെ റഹ്മത്തുകളാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യവും അവൻ്റെ ഭാഗത്തുനിന്നും വെറുതെ ഹിബത്തായി അള്ളാഹു നൽകിയതാണ്. നമ്മളൊന്നും ഇത് ചെയ്തു കൊടുത്തിട്ടല്ലല്ലോ, അള്ളാഹുവിനൊന്നും കൊടുത്തിട്ടല്ലല്ലോ. ഈ പവിത്രമായ ദിവസത്തിൽ ഈ ഒരു കുഞ്ഞൻ സ്വലാത്തൊന്ന് അധികരിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഫഅക്സിറു അലയ്യ എന്ന് പറ, എൻ്റെ മേൽ ഇങ്ങനെ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന്. കുറഞ്ഞത് ചൊല്ലാനല്ല പറ, അധികരിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അത്രേ ഉള്ളൂ ആ സ്വലാത്ത്. സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഇങ്ങനെ എത്ര എണ്ണം ചൊല്ലിയാലും മടുപ്പ് വരുമോ? ഇല്ല. കാരണം ഈ ചൊല്ലുന്നത് ഹബീബായ നബിതങ്ങളെയാണ്, ഹബീബായ നബിതങ്ങളാണ്. ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ കൽബിനൊരു ആനന്ദം വരുന്നുണ്ട് എങ്കിൽ നബിതങ്ങളുടെ മഹബത്തിൻ്റെ അടയാളമാണ്. ജനങ്ങൾക്ക് നമ്മളോട് മഹബത്ത് ഉണ്ടാക്കിയിട്ട് നമ്മൾ മുത്തുനബിതങ്ങളെ സ്നേഹിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ കൊണ്ട് നമ്മെ സ്നേഹിപ്പിക്കും. അതുപോലെ തന്നെ നമ്മളോടുള്ള ദേഷ്യം അള്ളാഹു അവരുടെ കൽബിൽ നിന്നും എടുത്തു കളയും. എത്രയോ ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്തൊരു സഹോദരൻ എന്നോട് പറഞ്ഞൊരു സങ്കടമാണ്. ഇത് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആർക്കും അയാളോടൊരു മതിപ്പില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെയുള്ള മാനേജറാണെങ്കിലും അവിടെ മേലുദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ എപ്പോഴും ചൂടാകുക, ദേഷ്യം പിടിക്കുക, ചെറിയ വിഷയങ്ങൾക്ക് പോലും പരിഹസിക്കുക, ആളുകളുടെ മുമ്പിൽ വെച്ച് അപകീർത്തിപ്പെടുത്തുക. ഇതൊക്കെ വലിയ സങ്കടം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പരിഹാര മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സ്വലാത്തൊന്ന് അധികരിപ്പിക്കും. ഈ സ്വലാത്ത് നിരന്തരം ചൊല്ലി ഇൻഷാ അല്ലാഹ് ആ വ്യക്തികൾക്കൊക്കെ നമ്മളോട് മഹബത്ത് ഉണ്ടാകാൻ കാരണമായി തീരും. ആ വ്യക്തികൾക്കൊക്കെ നമ്മളോടൊരു ഇഷ്ടം, ഒരു സ്നേഹം അവരുടെ കൽബിൽ അല്ലാഹു ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മെച്ചം ഉണ്ടാകും. ആ കൂട്ടത്തിൽ പറയുന്ന ചില മെച്ചങ്ങൾ ഞാൻ പറയട്ടെ. ആ വ്യക്തിയുടെ കടബാധ്യതകൾ അള്ളാഹു തീർത്തു കൊടുക്കും. സമ്പത്തിൽ അള്ളാഹു ഉയർച്ച കൊടുക്കും. അതുപോലെ ജീവിതത്തിൽ, വീടുകളിൽ അള്ളാഹു വലിയ ബറക്കത്ത് ചെയ്ത് കൊടുക്കും. ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ, മക്കളിൽ അവർക്ക് സ്നേഹം, പരസ്പര ഐക്യവും അള്ളാഹു നൽകും. അതുപോലെ സഹോദരങ്ങൾക്കിടയിൽ അള്ളാഹു ഐക്യം നൽകും. കുടുംബത്തിൽ അള്ളാഹു വലിയ റാഹത്തും സന്തോഷവും നൽകും. ഇത്തരത്തിൽ തുടങ്ങി നമ്മുടെ എല്ലാ മേഖലകളിലും സന്തോഷം ലഭിക്കാൻ കാരണമായി തീരും. നാഫിയായ ഇൽമ് അള്ളാഹു അവർക്ക് നൽകും, അറിവ് നൽകുക മറ്റുള്ളവർ. അതുപോലെ തന്നെ മഖ്ബൂലത്തായ ഇബാദത്തുകൾക്ക് അവസരം കിട്ടും. തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ മഹാന്മാർ എണ്ണി പറയുന്നുണ്ട് സ്വലാത്ത് അധികരിപ്പിക്കുന്നവർക്ക്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതുമാത്രമല്ല, ഈ വെള്ളിയാഴ്ച ദിവസം പവിത്രമായൊരു സമയമുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ഈ ഒരു സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ദുആ ഖബൂലാക്കപ്പെടുന്ന ഒരു ദിവസം, ഒരു സമയം വരും. ആ സമയത്തോട് ഈ സ്വലാത്തും ചേർന്ന് വരുമ്പോൾ മുത്തുനബി തങ്ങളുടെ മേലുള്ള സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു തരാൻ കാരണമായി തീരും. അതുപോലെ നമ്മുടെ ദുആ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. ഈ പവിത്രമായ ദിവസങ്ങൾ നമ്മൾ പരിഗണിച്ചുകൊണ്ട് വലിയ വലിയ സ്വലാത്തുകൾ ചൊല്ലി, ഇത്തരത്തിൽ വലിയ കൂലി ലഭിക്കുന്ന സ്വലാത്തുകൾ ചൊല്ലി നമ്മുടെ കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കുക. അള്ളാഹുവെ, എൻ്റെ ഇന്ന ആവശ്യം നീ ഒന്ന് നടത്തി തരണേ അല്ലാ, ഇന്ന പ്രയാസങ്ങൾ നീക്കി തരണേ അല്ലാ. അള്ളാഹു അതിന് പരിഹാരം നൽകുകയും സന്തോഷം നൽകുകയും ചെയ്യും ഇൻഷാ അല്ലാ. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. കേവലം വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ജീവിതത്തിൽ പതിവാക്കാൻ പറ്റുന്നൊരു സ്വലാത്താണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാം, മക്കളെ കൊണ്ട് ചൊല്ലിക്കുക. സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അത്രേ ഉള്ളൂ ആ സ്വലാത്ത് പരിചയപ്പെടുത്തിയത്, ആ ചെറിയ സ്വലാത്ത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, മക്കളെ പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ കൊണ്ട് ചൊല്ലിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലും വലിയ റാഹത്തുണ്ടാകും. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളെയും നാളെ പുന്നാര നബിതങ്ങളോടൊപ്പം ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.